ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാന്തനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 23-ാം സങ്കീർത്തനം 5-ാം വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ശത്രുക്കളും വിരുന്നും അഭിഷേകവും പാനപാത്രവും ആടിൻ്റെ അനുഭവ വിവരണങ്ങൾ തന്നെയാണ്. മേച്ചിൽ സ്ഥലങ്ങളിൽ വളരുന്ന വിഷച്ചെടിയും പുല്ലിൻ്റെയും ചെടികളുടെയും ഇടയ്ക്കുള്ള മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വിഷപ്പാമ്പുകളും കുറുങ്കാട്ടിലും പാറ ഇടുക്കുകളിലും വസിക്കുന്ന ചെന്നായ്ക്കളും കുറുനരികളും ആടിൻ്റെ ജീവൻ കവരുന്നവരാണ്. എന്നാൽ തൻ്റെ ആടുകളെക്കുറിച്ച് മുൻകരുതലുള്ള ഇടയൻ ആടുകളുടെ ജീവൻ ശത്രുക്കൾ അപായപ്പെടുത്താതെ അതിനുവേണ്ടി പ്രതിവിധികൾ ചെയ്യും. നേരം വൈകുമ്പോൾ ഓരോ ആടിൻ്റെയും ദേഹപരിശോധന നടത്തി ആലയിലേക്ക് കയറ്റുമ്പോൾ ഇടയൻ്റെ കൈവശമുള്ള തൈലക്കൊമ്പിലെ ഒലിവെണ്ണയും ദേവദാരു ലേപനവും മുറിവും ചതവും പോറലുമുള്ളവയുടെ ദേഹത്തും തലയിലും ആവശ്യാനുസരണം പുരട്ടി ആലയുടെ വാതിക്കൽ കരുതി വച്ചിരിക്കുന്ന ശുദ്ധജല സംഭരണിയിൽ പാത്രം മുക്കിയെടുത്ത് ദാഹമുള്ളവയ്ക്ക് കുടിക്കാൻ കൊടുക്കുന്നു. പ്രിയ സ്നേഹിതരെ, ഇപ്രകാരം കരുതുന്ന ഒരു ഇടയൻ ആടുകൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വലിയ ഇടയനായ കർത്താവ് നമ്മെ എത്ര അധികമായി കരുതും. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ കരുതലും സംരക്ഷണവും ദിനംപ്രതി അനുഭവിപ്പാൻ എനിക്ക് കൃപ ലഭിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.